ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അനുപമയും ഹരീന്ദ്രൻ വക്കീലും കൂടി ചില പ്ലാനുകളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതായത് അർജുനെ ഇല്ലാതാക്കണം, അതിന് രാഘവനുണ്ണിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാനായിട്ട്, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് അബി അവിടെ കടന്നു വരികയും ഈ ഒരു രംഗം കാണുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അബി ഇത് കണ്ടു എന്ന് കാണുന്നതിനും അനുപമയും ഹരീന്ദ്രൻ വക്കീലും ഷോക്കഡായി പോകും. അപ്പോൾ അബി വന്നിട്ട് പറയണം, ആഹോ നിങ്ങൾ എന്താണ് പുതിയൊരു പ്ലാൻ ഇടുന്നത്? എടാ ഹരീന്ദ്ര, തനിക്ക് എന്താ ഇവിടെ കാര്യം? ക്രിമിനൽ വക്കീലായ തനിക്ക് കൂടുതൽ മാസ്റ്റർ ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ടാണോ അനുപമയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? താൻ എന്തായാലും ആ ക്ലാസ് കളയണ്ട കേട്ടോ. ഇവളാണെങ്കിൽ ആടിനെ പൂച്ചയാക്കുന്ന ഇനമാണ്, അതുകൊണ്ട് നിനക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അനുപമയാകെ ഷോക്കടെ നിൽക്കുകയാണ്. ഈശ്വര, അബി എന്തെങ്കിലും കേട്ടോ? അർജുനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അബി കേട്ടോ എന്നൊരു ടെൻഷൻ അനുപമയ്ക്ക് തോന്നുകയാണ്. അനുപമ ചോദിക്കുന്നുണ്ട്, അബി എവിടേക്ക് പോവുകയാണ് ഈ നേരത്ത്? ഞങ്ങൾ ചില കേസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. അബി പറയും, നിന്നോട് പറഞ്ഞിട്ടാണോ എനിക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകാനായിട്ട്? ഞാൻ പൂനെ വരെ ഒരു ബിസിനസ് ട്രിപ്പിന് പോവുകയാണ്. എന്തായാലും നിങ്ങളുടെ ക്ലാസ്സൊക്കെ ഇവിടെ നടക്കട്ടെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അബി പോയ ഉടനെ അനുപമ പറയുകയാണ്, അബി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ ടെൻഷൻ അടിച്ച് ജസ്റ്റ് മിസ്സാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അർജുൻ്റെ കാര്യത്തിൽ പാളിച്ചകൾ നമുക്ക് പറ്റി. താൻ കാരണം ആ മിസ്റ്റേക്ക് ഉണ്ടായത് അർജുനെ നമുക്ക് തീർക്കാൻ പറ്റാവുന്നത്. അഞ്ജലിയുടെ കേസിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അഞ്ജലിയെയും കൂട്ടി അവൻ ഇവിടെ വരരുത്. അഞ്ജലി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. താൻ എന്താണെങ്കിലും കാത്തിരുന്നു, അവളെ ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. അങ്ങനെ കുറേ അധികം പ്ലാനുകൾ അനുപമയും ഹരീന്ദ്രൻ വക്കീലും കൂടി ഇടുകയാണ്. അവർ കുറച്ച് പ്ലാനുകളൊക്കെ ഇടുന്നുണ്ട്. അഞ്ജലിയും കൂട്ടി അർജുൻ ശംഖുചക്രത്തിൽ എത്തരുത്, അതാണ് പ്രധാനമായ അനുപമയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഈ ഒരു സീൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത് വരുന്ന സീൻ എന്ന് പറയുന്നത് അമ്പാടിയുടെ വീട്ടിൽ ആകെ പൊട്ടിത്തെറിച്ച നിലയിലാണ്. അതായത് പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ അഞ്ജലി കുട്ടി ഉള്ളത്. അഞ്ജലിയാണെങ്കിൽ ബാഗും കുടുക്കയൊക്കെ എടുത്ത് പുറത്തേക്ക് വരികയാണ്. അമ്പാടിയാണ് തടഞ്ഞു നിർത്തുന്നുണ്ട്. അഞ്ജലി പോരില്ല, അഞ്ജലി അബദ്ധമൊന്നും കാട്ടി വെക്കില്ല, നീ എങ്ങോട്ടായി പോകുന്നത്? അഞ്ജലി പറയും, പറ്റില്ല അമ്പാടി, രാജീവിനാണ് ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഇത്രയും നേരമായി പോയിട്ട് ഇതുവരെയായിട്ട് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇതുവരെ വന്നിട്ടില്ല. എന്നോട് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞ് മറച്ചു പിടിക്കുകയാണ്. എനിക്ക് കാത്തിരിക്കാൻ വയ്യ, ഞാൻ പോവുകയാണ്. എനിക്കിനി ഈ രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അമ്പാടിയുടെ ചേട്ടത്തെയും പറഞ്ഞ് കേട്ടല്ലോ, എന്നെ വന്ന് പുറന്തള്ളിയതാണ് രാജീവ് എന്ന്. എനിക്ക് എന്താണെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അമ്പാടി. അങ്ങനെ പറഞ്ഞിട്ട് അഞ്ജലിയാണ് ഇറങ്ങി പോകാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അമ്പാടിയാണ് കുറേ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അമ്പാടി പറയുന്നുണ്ട്, അഞ്ജലി ഇങ്ങനെ അബദ്ധമൊന്നും കാട്ടി വെക്കില്ല, രാജീവ് ഇപ്പോൾ തന്നെ വരും. അവൻ വന്നു കഴിയുമ്പോൾ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. അവൻ്റെ ഫോൺ വല്ല സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടാവും, ചാർജ് തീർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീണ് ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ടാവും, അങ്ങനെ എന്തൊക്കെയും ഉണ്ടാവും അഞ്ജലി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വെക്കല്ലേ. ഇപ്പോൾ ഈ ഒരു സമയത്ത് അഞ്ജലി എങ്ങോട്ടാണ് പോകാനായിട്ട് പോകുന്നത്? അഞ്ജലി പറയും, ഞാൻ എങ്ങോട്ടെങ്കിലൊക്കെ പൊക്കോളാം, എനിക്കെൻ്റെ വീടുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊക്കോളാം. അമ്പാടി പറയും, അവിടുന്ന് പടിയടിച്ച് പിണ്ടം വെച്ചതല്ലേ അഞ്ജലിനെ, ഇനി എങ്ങനെയാണ് അങ്ങോട്ടേക്ക് കയറി ചെല്ലുക? അമ്പാടി, എൻ്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് തന്നെ പോകും, എൻ്റെ വീട്ടിലേക്ക്. ഭർത്താവിൻ്റെ വീട്ടിലാണ് ഭാര്യ കഴിയേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ അവൾക്ക് അഭയം തേടാനായിട്ട് അവളുടെ വീട് തന്നെയുള്ളൂ. അവർക്ക് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും. ഞാൻ എന്താണെങ്കിലും തിരിച്ചു പോവുകയാണ് അമ്പാടി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അർജുൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ, ജീപ്പിൽ. അപ്പോൾ അർജുനെ കാണുന്നതിന് ഇത്രയും അധികം നേരമായിട്ട് അർജുന് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ അർജുൻ വന്നപ്പോൾ എല്ലാവരും, അതായത് നമ്മുടെ അമ്പാടിയും അഞ്ജലി ഷോക്കടായി നിൽക്കും. അർജുൻ ജീപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് അഞ്ജലി ബാഗും സംഭവങ്ങളൊക്കെ എടുത്ത് പോകാനുള്ള പുറപ്പാടിലാണ് എന്ന്. ഇത് കാണുമ്പോഴത്തേനും നമ്മുടെ അർജുൻ ഷോക്കടായിപ്പോൾ അർജുൻ വേഗം ചാടി ഇറങ്ങി ജീപ്പിൽ നിന്ന് വരും. അർജുൻ അടുത്തെത്തുമ്പോൾ തന്നെ അമ്പാടി ചോദിക്കുകയാണ്, എടാ നീ ഇത്രയും നേരം എവിടെയായിരുന്നടാ? നിന്നെ എത്ര നേരമായിട്ട് ഞങ്ങൾ ഫോൺ വിളിക്കുന്നു, ഇത് എവിടെ പോയി? അർജുൻ അതൊക്കെ പറയാം. അഞ്ജലി പറയും, രാജീവ് ഇനി കൂടുതലൊന്നും പറയാനില്ല, വേഗം നമുക്കിപ്പോൾ തന്നെ രാജീവിൻ്റെ വീട്ടിലേക്ക് പോകാം. രാജീവ് എന്തൊക്കെയോ കള്ളത്തരമുണ്ട്, രാജീവ് എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. എനിക്കിനി ഇങ്ങനെ പറ്റത്തില്ല ഇവിടെ തുടരാനായിട്ട്. അറിയാലോ, ഇവിടെ അമ്പാടിയുടെ പെങ്ങൾ പോലും പറഞ്ഞു കഴിഞ്ഞു രാജീവിനെ കൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞതാണ്, പുറന്തള്ളിയതാണെന്ന്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് രാജീവ്. ഇനി പറ്റത്തില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എന്താണെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. വാ, നമുക്കിപ്പോൾ തന്നെ രാജീവിൻ്റെ വീട്ടിലേക്ക് പോകാം. അവിടെ ചെന്ന് അവരോട് കാര്യങ്ങൾ പറയും. എന്നെ കണ്ടു കഴിഞ്ഞാൽ അവരെന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാതിരിക്കില്ല രാജീവ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കണ്ടുകൊണ്ട് അവരെന്താണെങ്കിലും നമുക്ക് അനുകൂലമായ തീരുമാനം എടുക്കും രാജീവ്. അപ്പോൾ നമുക്ക് പോകാം രാജീവ്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി രാജീവിൻ്റെ ജീപ്പിലേക്ക്, അർജുൻ്റെ ജീപ്പിലേക്ക് കയറും. അർജുനാണ് എന്ത് ചെയ്യണമെന്നറിയില്ല. അമ്പാടി അപ്പോൾ അർജുനോട് പറയും, അളിയ
കാര്യങ്ങൾ കൈവിട്ടു പോയി. ഇനി എന്താണെങ്കിലും അഞ്ജലിയും കൊണ്ട് നീ ശംഖുചക്രത്തിലേക്ക് പോയേ പറ്റുള്ളൂ. അവിടെ രാഘവനുണ്ണി ഒരു പക്ഷെ നിന്നെ അവളെ വെടിവെച്ച് കൊല്ലുമായിരിക്കും. എന്താണെങ്കിലും നീ ഒറ്റയ്ക്ക് അനുഭവിച്ചേ പറ്റുമല്ലയാ. ഇനി വേറെ ഒരു വഴിയില്ല. എന്താണെങ്കിലും നീ പോകാൻ നോക്ക്. നീ അവളെ കൊണ്ട് ശംഖുചക്രത്തിലേക്ക് പോകാൻ നോക്ക്. അങ്ങനെ അമ്പാടി അർജുനോട് പറഞ്ഞിട്ട് അമ്പാടിയുടെ വഴി നോക്കി പോകും. അർജുനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അഞ്ജലി ആണെങ്കിൽ അർജുൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ജീപ്പിലിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് വളരെ ടെൻഷനോടുകൂടി അർജുന് ജീപ്പിൽ പോയി കയറും. അങ്ങനെ ജീപ്പിൽ കയറി പോയിട്ട് അവർ അഞ്ജലിയും കൂട്ടിയിട്ട് നമ്മൾ അർജുൻ പോകുന്നൊരു സീനാണ് കാണുന്നത്. പിന്നെ കാണുന്ന സീൻ എന്ന് പറയുന്നത് കുറുപ്പിൻ്റെ വീട്ടിൽ ഒരു ബോംബ് പൊട്ടിക്കാനായിട്ട് അനുപമയും ഹരീന്ദ്രനും വക്കീലും കൂടെ നൈസൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പണി ഇങ്ങോട്ട് കൊടുക്കുകയാണ്. വേറൊന്നുമല്ല, ഹരീന്ദ്രൻ വക്കീലൊരു അൺനോൺ നമ്പറിൽ നിന്ന് കുറുപ്പിനെ വിളിക്കും. കുറുപ്പിനോട് പറയും, കുറുപ്പ് സാറേ, നിങ്ങളോട് അനുകൂലമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ വീട്ടിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. വലിയ പൊട്ടിത്തെറി നിങ്ങളുടെ വീട്ടിലുണ്ടാവും. കുറുപ്പിനെ ഇത് കേൾക്കുമ്പോഴത്തേനും ഭയങ്കര ദേഷ്യം വരും. എടാ നീ ആരടാ? എൻ്റെ എതിർഭാഗം പാർട്ടിയിലെ ആളല്ലേ. നിനക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ ഈ പാതിരാത്രി വിളിച്ച് നീ എന്താ എന്നോട് പറയുന്നത്? നീ കൂടുതൽ കളിക്കില്ലേ? ഞാൻ സൈബർ സെല്ലിൽ വെച്ച് നീ എവിടെയാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഹരീന്ദ്രൻ വക്കീലാണ് വിളിക്കുന്നത് കേട്ടോ. ഹരീന്ദ്രൻ പറയും, സാറേ അങ്ങനെയൊന്നും പറയില്ല, സാറിന് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ സാറിനോട് ഞാനിത് വിളിച്ചു പറയുന്നതെന്നേ ഉള്ളൂ. എന്നിട്ട് ഹരി പറയും, സാറിൻ്റെ മകളും അഡ്വക്കേറ്റ് രാഘവൻ്റെ മകനും അർജുനും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നില്ലേ. പക്ഷേ ആ അർജുന് അഡ്വക്കേറ്റ് അഞ്ജലിയെ പ്രേമിച്ച് നടക്കുകയാണ്. ശരിക്കും സാറിനൊന്ന് അന്വേഷിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഒരു തീപ്പൊരി കുറുപ്പിൻ്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹരി പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്ത് കളയും കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കളയുമ്പോഴത്തേന് അനുപമ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. അനുപമ പറയും, നിൻ്റെ ആ ഗുണ്ടാപ്പണി ഏറ്റില്ലെങ്കിലും ഇത് എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഈ പണി എന്താണെങ്കിലും ഏറ്റു ഹരീന്ദ്രൻ വക്കീലെന്ന് പറയും. അങ്ങനെ ഹരീന്ദ്രൻ ഒരു തീപ്പൊരി എറിഞ്ഞ് കുറുപ്പിൻ്റെ വീട്ടിലേക്ക് കൊടുത്തിരിക്കുകയാണ്. കുറുപ്പാണെങ്കിൽ ഈ ഒരു കോൾ കട്ടായതിനു ശേഷം ഭ്രാന്ത് പിടിച്ച പോലെ നിൽക്കുകയാണ്. ഈ ഒരു സമയം കാവ്യയും ആ ഒരു സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട്. കുറുപ്പിൻ്റെ ഭാര്യ അവിടെയുണ്ട്. അപ്പോൾ കുറുപ്പാനെ വാലിൽ തീ പിടിച്ച പോലെ നിൽക്കുകയാണ് ഈ ഒരു ന്യൂസ് കേട്ടിട്ട്. അതായത് അർജുനും അഡ്വക്കേറ്റ് അഞ്ജലിയും തമ്മിൽ പ്രേമത്തിലാണ് എന്ന രീതിയിലാണ് ഹരീന്ദ്രൻ വക്കീൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആകെ ഷോക്കഡായി നിൽക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ചില സംശയങ്ങൾ തോന്നുകയാണ്. അപ്പോൾ എല്ലാവരോടും അന്വേഷിച്ച കാര്യങ്ങൾ മനസ്സിലാകും എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ കാവ്യയ്ക്ക് ഇത് നേരത്തെ അറിയാമോ എന്ന രീതിയിൽ സംശയം കുറുപ്പിന് തോന്നുകയാണ്. അങ്ങനെ കുറുപ്പ് വേഗം കാവ്യയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എടി നിനക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നോ? ഈ അർജുനും അഡ്വക്കേറ്റ് അഞ്ജലിയും തമ്മിൽ പ്രേമത്തിലാണ് എന്ന്. അങ്ങനെ കാവ്യനെ എടുത്തിട്ടെന്ന് കുറയുമ്പോൾ കാവ്യ പറയും, എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു അച്ഛാ. കുറുപ്പ് പറയും, എടി നീ എന്നിട്ട് എന്താണ് എന്നോട് ഈ നേരത്തെ ഈ കാര്യം പറഞ്ഞ് തൊലയ്ക്കാതിരുന്നത്? കാവ്യ പറയും, പറഞ്ഞ് തൊലച്ചിട്ട് എന്താ കാര്യം? നിങ്ങളെല്ലാവരും കൂടെ എന്തെങ്കിലും ചെയ്തു വെക്കും. അവസാനം അർജുനും അഞ്ജലിയും കൂടെ പോയി വല്ല രജിസ്റ്റർ വിവാഹം കഴിക്കും. ഞാനാകെ പെട്ടുപോകും. അപ്പോൾ അച്ഛനും രാഘവനങ്ങളും കൂടി എങ്ങനെയെങ്കിലൊക്കെ എൻ്റെ അർജുനെ വിവാഹം നടത്തി തന്നു കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലെന്ന് ഞാൻ വിചാരിച്ചു. അല്ലാതെ എന്ത് ചെയ്യാനാ? കുറിപ്പ് കലിതുള്ളി പറയുകയാണ്, ആ രാഘവനോടും രാഘവൻ്റെ മകനോടും ഞാൻ ഈ കാര്യം പോയി ചോദിക്കട്ടെ, ഈ രാത്രിയിലാണെങ്കിലും വീട്ടിൽ പോയി ചോദിക്കട്ടെ. അപ്പോൾ വൈഫ് പറയും, വേണ്ട, നിങ്ങളിപ്പോൾ കുടിച്ചിട്ടിരിക്കല്ലേ, നിങ്ങൾ ഈ സമയത്ത് പോവണ്ട. കാവ്യം പറയും, അച്ഛന് ആവശ്യമില്ലാത്ത പണിക്ക് പോകല്ലേ, നാളെ നേരം വെളുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അച്ഛനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, അത് മറന്നു പോകരുത്. അച്ഛന് വെറുതെ ചീത്തപ്പേരാകും, വെറുതെ ആ പണിക്ക് നിൽക്കണ്ട. ഇങ്ങനെ മകളും ഭാര്യയും കൂടെ പറയുമ്പോൾ കുറച്ചൊന്ന് അടങ്ങി വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ അയാൾ കുറിപ്പ് അവിടെ ഇരിക്കുകയാണ്, കലിതുള്ളി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും അവസാനത്തെ സീൻ എന്ന് പറയുന്നത് നമ്മുടെ അർജുൻ അഞ്ജലിയും കൂടെ ഇങ്ങനെ ജീപ്പിൽ പോവുകയാണ്. കുറച്ച് ദൂരം എത്തുമ്പോൾ അർജുൻ്റെ മനസ്സിൽ എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ദൂരം എത്തുമ്പോൾ അർജുൻ ജീപ്പ് നിർത്തും. അപ്പോൾ ജീപ്പ് നിർത്തുമ്പോൾ അഞ്ജലി ചോദിക്കും, എന്താണ് രാജീവ്, എന്താ നിർത്തിയത്? അപ്പോൾ അർജുൻ പറയും, എനിക്കറിയില്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല, എനിക്കൊരു ലക്ഷ്യവും കിട്ടുന്നില്ല. അങ്ങനെ അർജുൻ അങ്ങനെ പറഞ്ഞ് ജീപ്പ് നിർത്തി ഇറങ്ങുമ്പോൾ അഞ്ജലി ഇറങ്ങി വരും. അപ്പോൾ അഞ്ജലി പറയും, രാജീവ് എന്താണ് പറയുന്നത്? രാജീവിനോട് ഞാൻ പറഞ്ഞില്ലേ, എന്താണെങ്കിലും രാജീവിൻ്റെ വീട്ടിലേക്ക് പോകാം. എന്നോട് എന്തൊക്കെയോ വലിയ രഹസ്യങ്ങൾ രാജീവ് മറയ്ക്കുന്നുണ്ട്, എനിക്കിങ്ങനെ എങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റും? അപ്പോൾ അർജുൻ പറയും, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അഞ്ജലിയുടെ, പണ്ട് തൊട്ടേ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ, പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അഞ്ജലി. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാം, അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് സാവകാശം വേണമെന്ന് പറയുന്നത്. അഞ്ജലി പറയും, ശരി, അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇപ്പം പറയൂ രാജീവ്, ഞാനത് കേൾക്കാനായിട്ട് തയ്യാറാണ്, ഇപ്പം തന്നെ എന്നോട് പറയും.
ഇല്ല അഞ്ജലി, എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അത് ഇപ്പോഴത്തെ ഒരു മൂഡിലും അഞ്ജലിയുടെ ഇപ്പോഴത്തെ ഒരു മൂഡിലും എനിക്കത് പറയാനായിട്ട് പറ്റത്തില്ല. കുറച്ച് സമയം തരൂ, എനിക്ക് കുറച്ച് സാവകാശം തരൂ, അല്ലാതെ എനിക്കൊരു വഴിയില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ അഞ്ജലിക്കാണ് ആകെ ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. അഞ്ജലി പറയും, ഇല്ല രാജീവ്, പറ്റത്തില്ല. അവസരമേ ഉള്ളൂ രാജീവ്, രണ്ട് കാര്യങ്ങൾ അവസാനമായിട്ട് ഞാൻ പറയാം. എനിക്ക് രാജീവിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ഒന്നെങ്കിൽ രാജീവിൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വഴി. നമ്മൾ ഈ നിമിഷം പിരിയുക. രാജീവിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ഇങ്ങനെ പറഞ്ഞിട്ട് അഞ്ജലി പോകുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അർജുൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ അഞ്ജലി അർജുനെ വിട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു മാനസികാവസ്ഥയിൽ നമ്മുടെ അർജുൻ നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കാണുക. അപ്പോൾ രാത്രിയിലെ പ്രൊമോയുടെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.